DreamBakes Delights പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നമ്മുടെ ഗീവ് അവേയുടെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് അറിയാം. ഇന്നലെ 16th ആയിരുന്നു നമ്മുടെ ഗീവ് അവേയിലെ വിന്നറിനെ സെലക്ട് ചെയ്യേണ്ട ദിവസം. അപ്പം ഇന്നലെ 16th വെബ്സൈറ്റ് ഓട്ടോമാറ്റിക്കലി വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നൗഷിയ നാസറാണ് വിന്നറായിട്ട് സെലക്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് നാസിയ. ഞങ്ങൾ നാസിയയുടെ ഇമെയിലിലേക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പം ദയവ് ചെയ്ത് അത് ചെക്ക് ചെയ്യുക. ഇന്ന് ഈ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 17th ആണ്. ഞങ്ങൾക്ക് റിപ്ലൈ ഇതുവരെ വന്നിട്ടില്ല. 20th വരെ നമ്മൾ നിങ്ങളുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. കാരണം നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഞങ്ങൾക്ക് വേണമല്ലോ നമ്മുടെ ഗിഫ്റ്റ് അയച്ചു തരാനായിട്ട്. 20th വരെ നമുക്ക് മെയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്തയാളെ സെലക്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് അവർക്ക് ഇതുപോലെ മെയിൽ അയച്ച് നമ്മൾ അഡ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യും. നൗഷിയ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും വേഗം പോയി നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്യുക. ഓക്കെ. DreamBakes Delights ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത ഈ ഗിവ് അവേയിൽ ഒത്തിരി പേര് പങ്കെടുത്തു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷനാണ് ഇപ്രാവശ്യത്തെ ഗിവ് അവേയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് വീണ്ടും നന്ദി പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും, നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തരം വീഡിയോസ് ആണ് ഞങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്, ഇതെല്ലാം ഞങ്ങളെ കമന്റ് വഴി അറിയിക്കുക. അതിനനുസരിച്ച് ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സമ്മാനങ്ങളൊക്കെ കിട്ടുന്നത് എല്ലാവർക്കും സന്തോഷമാണ്. അത് കൊടുക്കുന്നവർക്കും സന്തോഷമാണ്, അത് കിട്ടുന്നവർക്കും നല്ല സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ബർത്ത്ഡേ, ആനിവേഴ്സറി ഒക്കെ നമ്മൾ കേക്ക് കട്ട് ചെയ്യും അല്ലേ? കേക്ക് കട്ട് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതിനകത്ത് നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുവാണെങ്കിൽ അതിലും ഭയങ്കര സന്തോഷമല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് നമുക്ക് ഇഷ്ടമുള്ള, അതായത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മൊബൈല് അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഈ കേക്കിനുള്ളിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അപ്പോൾ ഞാൻ ഈയിടെ ചെയ്ത 2 കേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ് അത് എങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ ഒന്ന് വിശദീകരിച്ച് തരാമെന്നാണ് വിചാരിക്കുന്നത് ഈ എപ്പിസോഡിൽ. അപ്പോൾ ഗിഫ്റ്റ്, സർപ്രൈസ് ഗിഫ്റ്റ് കേക്കിനുള്ളിൽ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം 1-2 ഓപ്ഷൻസ് ആയിട്ട് കാണിച്ചു തരികയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മളുടെ കേക്കിനകത്ത് നമ്മൾ വെക്കുമ്പോൾ ഏത് ഗിഫ്റ്റ് വെച്ചാലും അത് ഫുഡ് സേഫ് ആയിട്ട് നമ്മൾ നന്നായിട്ട് കവർ ചെയ്യണം. അപ്പൊ ഇവിടെ ഈ കേക്കിനകത്താണെങ്കിൽ ഒരു മൊബൈലാണ് വെക്കേണ്ടത്. ആ കുട്ടിക്ക് സർപ്രൈസ് ആയിട്ട് മൊബൈൽ കൊടുക്കാനായിട്ട് പേരൻസ് ആഗ്രഹിച്ചിട്ട് ഒരു മൊബൈൽ എനിക്ക് നേരത്തെ കൊണ്ടുവന്ന് തന്നു. നമുക്കറിയാം, മൊബൈൽ ആക്കിയാണ് വെക്കുന്നതെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, അതിന്റെ ഒറിജിനൽ പാക്കറ്റ് ഒട്ടും പൊട്ടിക്കാതിരിക്കുക. പിന്നെ അതിനെ നന്നായിട്ട് ഒന്ന് സാനിറ്റൈസ് ചെയ്തെടുത്തു, നന്നായിട്ട് തൂത്ത് സാനിറ്റൈസ് ചെയ്തു. അതിനുശേഷം അതിന് നന്നായിട്ട് ക്ലിങ് ഫിലിം വെച്ച് നന്നായിട്ടൊന്ന് ഞാൻ കവർ ചെയ്തെടുത്തു. എന്നിട്ട് സെലോ ടേപ്പ് എല്ലാം ചെയ്ത് നന്നായിട്ട് സീൽ ചെയ്തു. ഇവിടെ അവർക്കൊരു ടോൾ കേക്കാണ് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് 6 ഇഞ്ച് റൗണ്ടിലുള്ള കേക്കാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ലെയർ ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ ഈ മൊബൈൽ വെച്ച് നോക്കി അതിന് കറക്റ്റ് സൈസിൽ ഒരു കട്ടിങ് ഉണ്ടാക്കി. എന്നിട്ട് അതനുസരിച്ച് എല്ലാ ലെയേഴ്സിലും ഇതേ സ്ക്വയറിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ഓരോന്നും നമ്മുടെ സാധാരണ രീതിയിൽ ലെയർ ചെയ്ത് പോന്നു. ഇനി അതിനുശേഷം ഞാൻ ഈ മൊബൈലിനെ ഇൻസേർട്ട് ചെയ്തു. ഇതിന്റെ മുകളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലെയർ കൂടെ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് അത്രയും കേക്ക് വന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് എടുക്കുകയായിരുന്നു. ഇനി സാധാരണ ഒരു റൗണ്ട് കേക്ക് ആണെങ്കിൽ നമുക്ക് മൊബൈലിനെ സ്ലാൻഡിങ് പൊസിഷനിൽ കിടത്തി വെക്കാം. ഇവിടെ നമുക്ക് ടോൾ കേക്ക് വേണ്ടത് കൊണ്ട് ഇതുപോലെ കുത്തി നിർത്തേണ്ടി വന്നു. ഇങ്ങനെ സെറ്റ് ചെയ്ത കേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഈ ടോൾ കേക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്തേക്കുന്നത്. ടോപ്പ് ഭാഗം ഇതുപോലെ സ്വേൾസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തു, ഒരു ടോപ്പറൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് ഗോൾഡൻ മാക്രോൺസിൽ ഗോൾഡൻ പെയിന്റ് ഒക്കെ ചെയ്ത് കുറച്ച് ബീഡ്സ് ഒക്കെ വെച്ച് നമ്മളിതിനെ സെറ്റ് ചെയ്തെടുക്കുകയായിരുന്നു. ഇതാണ് ഈ കേക്കിന്റെ ഫൈനൽ ലുക്ക്. ഈ കേക്ക് കണ്ടാൽ എനിക്ക് ഇതിനകത്തൊരു വലിയ മൊബൈൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. അത് തന്നെയാണ് ഇതിന്റെ സർപ്രൈസും. ഇതൊരു മെർമെയ്ഡ് തീമിൽ വരുന്ന കേക്കാണ്. അപ്പൊ ഇതിനകത്ത് അവര് ഹൈഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞത് മോൾക്ക് സർപ്രൈസ് ആയിട്ട് ഈ കേക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ നിറയെ ചോക്ലേറ്റ്സ് കിട്ടണം. അപ്പോൾ ഞാനിത് ആദ്യം ഐസിങ് ചെയ്തതിന് ശേഷമാണ് ഓർത്തത് ഇതിനകത്ത് ഹൈഡ് ചെയ്ത് വെക്കണമല്ലോ എന്ന്. ഇത് എൻ്റെ കേക്ക് ലിഫ്റ്ററാണ്. അപ്പം ഞാൻ ഈ കേക്ക് ലിഫ്റ്റർ വെച്ച് പതുക്കെ സൂക്ഷിച്ച് അതിൻ്റെ മോൾ ഭാഗത്തുനിന്ന് ഏറ്റവും മുകളിലത്തെ ഭാഗം അങ്ങ് മാറ്റി വെച്ചു. അതിനുശേഷം ഒരു നൈഫ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് സൂക്ഷിച്ച് ഒരു റൗണ്ട് കട്ട് ചെയ്ത് ആ കേക്ക് അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റി. ഈ
ചോക്ലേറ്റ് കേക്കിൻ്റെ ക്രീമിനകത്ത് ഇങ്ങനെ ചോക്ലേറ്റ് അങ്ങോട്ട് മിക്സ് ചെയ്ത് പോവാതിരിക്കാനായിട്ട് ഞാൻ ഈ ഹോളിൻ്റെ സൈഡ് ഫുള്ള് നന്നായിട്ട് ചോക്ലേറ്റ് ഗനാഷ് അപ്ലൈ ചെയ്ത് ഇതുപോലെ നല്ലൊരു ഹോള് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈ ചോക്ലേറ്റ് നിറയെ ഇതിലേക്ക് വാരി നിറയ്ക്കുകയായിരുന്നു. ഇത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്. ഇത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഇനി അടുത്ത വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ആ ടോപ്പ് പോർഷൻ തിരിച്ച് എടുത്ത് വെക്കണം. അപ്പോൾ അതുപോലെ തന്നെ സൂക്ഷിച്ച് എടുത്തതിൻ്റെ മുകളിൽ വെച്ചു. ഇനി എനിക്കിനി ഈ കേക്ക് ലിഫ്റ്റർ ഇങ്ങനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഇതിൽ സ്റ്റിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു സ്റ്റാൻഡിൽ എടുത്ത് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കേക്ക് ലിഫ്റ്റർ റിമൂവ് ചെയ്ത് ഇതുപോലെ വെക്കുകയായിരുന്നു. ഇനി നമുക്കിതിൻ്റെ ആ ജോയിന്റ് ഒന്നുകൂടെ ഒന്ന് സീൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ആ സെയിം കളർ ക്രീം എടുത്ത് ഒന്ന് അപ്ലൈ ചെയ്തു. എന്നിട്ട് നീറ്റായിട്ട് അതിനെ ഒന്ന് കവർ ചെയ്തെടുത്തു. അപ്പോൾ ഇത് കണ്ടാൽ ആർക്കും മനസ്സിലാവില്ല ഇതിനകത്ത് ഈ ചോക്ലേറ്റ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ മെർമെയ്ഡ് തീം കേക്കും റെഡി ആയി കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റുകൾ ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ച് നമുക്ക് കേക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മൾ ഈ വെക്കുന്ന ഗിഫ്റ്റ് നന്നായിട്ട് ഫുഡ് സേഫ് ആയിട്ട് കവർ ചെയ്തെടുക്കുക. നന്നായിട്ട് സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ആക്കുക, ക്ലീൻ റാപ്പ് വെച്ച് കവർ ചെയ്യുക. അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഒറിജിനൽ പാക്കിങ് പൊട്ടിക്കാതെയും ഒക്കെ നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല കേക്ക് റെസിപ്പികളുമായിട്ടും കേക്ക് ഡെക്കറേഷൻ വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. എല്ലാവർക്കും നന്ദി.